പ്രിയമുള്ളവരെ, വചനജ്വാല 1441 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ 15 നോമ്പ് 11-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വായനയിൽ ജ്ഞാനം 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലം. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും. രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തിരുന്നാൽ അധർമ്മിക്ക് അവന്റെ ചിന്തയ്ക്കത്ത് ശിക്ഷ ലഭിക്കും. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ്. അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗമാണ്. അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ്. അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ്. പാപകരമായ വീഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ്. ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. അവന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിന്റെ ആലയത്തിൽ ആനന്ദകരമായ സ്ഥാനം അവന് ലഭിക്കും. സൽപ്രവൃത്തികൾ മഹത്തായ ഫലം ഉളവാക്കുന്നു. വിവേകത്തിന്റെ വേര് അറ്റുപോകുകയില്ല. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യവും അപമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ക്ലാര പുണ്യവതിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ക്ലാര സഭയുടെ സ്ഥാപകയായ ക്ലാര അസീസിയിലെ യോധാമിന്റെ 3 പെമ്മക്കളിൽ മൂത്തതാണ്. 15 വയസ്സായപ്പോൾ വീട്ടുകാർ വിവാഹം ആലോചിച്ചു. അപ്പോൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാൻ ഫ്രാൻസിസ് അസീസി പുണ്യവാനുമായി ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു. ക്ലാര
1212 ഒരു കുരുത്തോല പെരുന്നാളിൽ വൈകിട്ട് പേർഷ്യാങ്കുള ദേവാലയത്തിൽ പോയി പരിശുദ്ധാത്മാവേ വരിക എന്ന പാട്ടുപാടി പ്രായശ്ചിത്ത വസ്ത്രമണിഞ്ഞ് തലമുടി മുറിച്ച് അരയിൽ ചരട് ചുറ്റി ബെനഡിക്റ്റൻ മഠത്തിൽ താമസിച്ചു. വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും തിരികെ പോയില്ല. ക്ലാരയ്ക്ക് വേണ്ടി ഒരു ഭവനം തയ്യാറാക്കി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സഹോദരി ആഗ്നസും അമ്മ ഓർത്തളാനയും കുറെ സ്ത്രീകളും കൂടിയായപ്പോൾ ക്ലാര സഭയ്ക്ക് തുടക്കമായി. വ്രതത്രയങ്ങൾ, ദാരിദ്ര്യം, പ്രായശ്ചിത്തം, മാനസാന്തരം. വ്രതത്രയങ്ങൾ, ദാരിദ്ര്യം, പ്രായശ്ചിത്തം, മാംസവർജനം. സൈന്യം ആക്രമിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ച് അവരെ ഓടിച്ചു കളഞ്ഞു. 28 വർഷത്തോളം രോഗിണിയായി ക്ലാര വിശുദ്ധ കുർബാന മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. 59-ാം വയസ്സിൽ ശാന്തമായി വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം അടർന്നു വീണു. പ്രിയമുള്ളവരെ, ക്ലാര പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.